നമസ്കാരം. 2026 ഏപ്രിൽ മാസം അങ്ങനെ കടന്നുപോയി. അടുത്തൊരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തു. കാര്യമായിട്ടുള്ള അപ്ഡേഷനൊന്നും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ സാധാരണക്കാരെ എക്സൈറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ചെറു കാറുകളിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലെവൽ കാറുകളിൽ ഒരു വലിയ അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇഗ്നിസ് എന്ന് പറയുന്ന കാർ ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. Y43 എന്ന് പറയുന്ന ഒരു കോഡ് നെയിമിൽ ആ ഒരു വാഹനം ഇനി വരും എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും മാരുതി സുസുക്കിയുടെ ഭാഗത്ത് നിന്ന് മാരുതിയുടെ ഒഫീഷ്യലായിട്ടുള്ള പാർത്ഥോ ബാനർജി അദ്ദേഹം ഇഗ്നിസ് എന്ന് പറയുന്ന നെയിം പ്ലേറ്റ് നിലനിർത്തും എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തുള്ളവരോട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ഏപ്രിൽ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ വാഹനങ്ങൾ വിറ്റ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 10 വരെ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും എസ് യു വി എന്ന് പറയാറുണ്ട്. സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ ആ ഒരു പേരിനോട് ഏകദേശം ഒരു നീതി പുലർത്തക്കത്ത രീതിയിലുള്ള ഒരു വാഹനമാണ് 10ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. മാരുതി സുസുക്കിയുടെ ഇനി അങ്ങോട്ടൊരു അപ്ഡേഷൻ ലഭിക്കാൻ പോകുന്ന ഒരു വാഹനം ബ്രസ. നല്ല ഓഫറൊക്കെ ആ ഒരു വാഹനത്തിന് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതിന് കാരണം ആ ഒരു വാഹനത്തിന് ഉടൻ തന്നെ ഒരു അപ്ഡേഷൻ വരാൻ പോവുകയാണ്. അണ്ടർ ബോഡി CNG കിറ്റുകളൊക്കെ വെച്ചിട്ടായിരിക്കും ആ ഒരു വാഹനം ഇനി വരാൻ പോകുന്നത്. ചെറിയ അപ്ഡേഷൻ ആയിരിക്കും. മാരുതി വലിയ കാര്യമായിട്ടുള്ളൊരു അപ്ഡേഷനിലേക്കൊന്നും പോകില്ല. തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തെ 11ാം സ്ഥാനത്തേക്ക് പിന്തള്ളി 10ാം സ്ഥാനത്തേക്ക് കയറി വന്നത് മഹീന്ദ്രയുടെ ദ റിയൽ SUV സ്കോർപിയോ എന്ന് പറയുന്ന നെയിം പ്ലേറ്റിൽ വരുന്ന 2 വാഹനങ്ങളാണ്. സ്കോർപിയോ ക്ലാസിക്കും സ്കോർപിയോ എന്നും. നമുക്കറിയാം സ്കോർപിയോ ക്ലാസിക് എന്ന് പറയുന്നത് ഡീസലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒബ്വിയസ്ലി ഓട്ടോമാറ്റിക് അതിനകത്തില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം ഒരു റഗഡ് ആയിട്ടുള്ള ഒരു SUV ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോർപിയോ ക്ലാസിക്കും സ്കോർപിയോ എൻ, അതായത് പ്രീമിയം ആയിട്ടുള്ള സ്കോർപിയോയുടെ മറ്റൊരു വേർഷനാണ് സ്കോർപിയോ എൻ എന്ന് പറയുന്നത്. സ്കോർപിയോ എന്നിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഡീസലും പെട്രോളും അവൈലബിൾ ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ ഒബ്വിയസ്ലി ഉണ്ട്. അതുമാത്രമല്ല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോർപിയോ ക്ലാസിക്കും സ്കോർപിയോ എന്നും കൂടെ ചേർത്തിട്ട് 2026 ഏപ്രിൽ മാസം 14,719 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്കോർപിയോ ക്ലാസിക്കിൻ്റെ വില നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12,98,000 മുതൽ 16,70,000 വരെയാണ്. എന്നാൽ കുറച്ചും കൂടെ പ്രീമിയം വേർഷൻ ആയിട്ടുള്ള ദ ബിഗ് ഡാഡി എന്ന് വിളിക്കുന്ന സ്കോർപിയോ എന്നിലേക്ക് വരുമ്പോഴത്തേക്കും 13,49,000 മുതൽ 24,34,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി 9ാമത്തെ സ്ഥാനത്ത് മിക്കവാറും ടോപ്പ് 3ൽ വരുന്ന ഒരു വാഹനമായിരുന്നു ക്രെറ്റയാണ്. ക്രെറ്റ സെഗ്മെൻറ്റ്, മിഡ് സൈസ് SUV സെഗ്മെൻറ്റിന് ആ ഒരു പേര് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പേരിലാണ് ഉള്ളത്. ക്രെറ്റ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടർബോ പെട്രോൾ എൻലൈൻ എന്ന് പറയുന്ന ഒരു വേർഷനുണ്ട്. പെട്രോളിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 1.5 MPI എഞ്ചിനാണ് അതിനകത്ത് വരുന്നത്. ഈ ഒരു വാഹനം ഡീസലിലും ഇലക്ട്രിക്കിലും അവൈലബിൾ ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 ഏപ്രിൽ മാസം 15,291 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പെട്രോൾ ഉണ്ട്, ടർബോ പെട്രോൾ ഉണ്ട്, അതായത് എൻലൈൻ എന്ന് പറയുന്ന വേർഷനുണ്ട്, ഇലക്ട്രിക് ഉണ്ട്, ഡീസൽ വാഹനമുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,79,000 മുതൽ 20,20,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. പക്ഷേ നമ്മൾ ടർബോ പെട്രോളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17,83,000 മുതൽ 20 ലക്ഷം വരെയാണ് അതിൻ്റെ ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 ലക്ഷം മുതൽ 24,70,000 വരെയാണ് ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗ്ലോബൽ ലെവലിൽ തന്നെ ക്രെറ്റയ്ക്ക് വലിയൊരു അപ്ഡേഷൻ അടുത്ത വർഷം വരാൻ പോവുകയാണ്. ക്രെറ്റ എന്ന് പറയുന്നത് ഒരു ജയൻ്റ് ആയിട്ടുള്ളൊരു നെയിം പ്ലേറ്റ് തന്നെയാണ്. ആ ഒരു സെഗ്മെൻറ്റിൽ ഒരുപാട് ഫീച്ചറുകളുമായിട്ടായിരിക്കും ആ ഒരു വാഹനം വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രെറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ് സൈസ് SUVയിലെ ശരിക്കും ആ ഒരു സെഗ്മെൻറ്റിൻ്റെ പേര് ക്രെറ്റ സെഗ്മെൻറ്റ് എന്നാക്കി മാറ്റിയ ഒരു വാഹനം തന്നെയാണ്. ഇനി 8ാം സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കിയുടെ പ്രീമിയം എന്ന് പറയുന്ന പേര് എടുത്തു കളഞ്ഞ് ഇപ്പോൾ പ്രീമിയം നേച്ചർ നഷ്ടപ്പെട്ടിട്ട് ഒരു ഹാച്ച് ബാക്ക് വാഹനം എന്നുള്ള രീതിക്ക് മാത്രം കാണുന്ന മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റാണ്. ഇപ്പോൾ സ്വിഫ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നെയിം പ്ലേറ്റ് തന്നെ പ്രധാനമാണ്. കാരണം മാരുതിയുടെ ഒരുപാട് വാഹനങ്ങൾ ടൊയോട്ട റീബാഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് സ്വിഫ്റ്റും അതുപോലെ തന്നെ ജിംനി, ഈ 2 വാഹനങ്ങളും റീബാഡ് ചെയ്യാനായിട്ട് ടൊയോട്ട ശ്രമിക്കുകയും മാരുതി പറഞ്ഞു അത് സമ്മതിക്കില്ല. ഈ 2 വാഹനങ്ങളും ഇവിടെ ഐക്കോണിക് ആയിട്ടുള്ള നെയിം പ്ലേറ്റുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടൊയോട്ടയെ അത് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ സ്വിഫ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്. മാരുതി അതിനെ വിളിക്കുന്നത് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്നുള്ള രീതിക്കാണ്. 17,829 യൂണിറ്റുകൾ 2026 ഏപ്രിൽ മാസം ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 5,79,000 മുതൽ 8,80,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. ഇനി 7ാം സ്ഥാനത്തേക്ക് വന്നൊരു വാഹനം
അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിച്ച് കളഞ്ഞു. ഈ ഒരു വാഹനം ഈ ഒരു 7ാം പൊസിഷനിലേക്ക് ആയല്ലോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായി. കാരണം എല്ലാ അവതാരത്തിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ 5 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ വലിയ ചലനങ്ങൾ ടാറ്റയ്ക്ക് തന്നെ ഒരു പേരുണ്ടാക്കി കൊടുത്തൊരു വാഹനമാണ് ടാറ്റ നെക്സോൺ. 18,126 യൂണിറ്റുകൾ 2026 ഏപ്രിൽ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെട്രോളിൽ അവൈലബിൾ ആണ്, ഡീസലിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്. ഭാവിയിൽ ഫ്ലെക്സ് ഫ്യൂവലിലും ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7,37,000 മുതൽ 14,22,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഇലക്ട്രിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 12,49,000 മുതൽ 17,49,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. 6ാമത്തെ സ്ഥാനത്ത് ഇനി ഒരു അപ്ഡേഷൻ കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കിയുടെ ബലീനോ. പ്രീമിയം ഹാച്ച്ബാക്ക് വാഹനം എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിൽ വരുന്ന മറ്റൊരു വാഹനം, ആൾട്രോസ് കൂടാതെ i20 കൂടാതെ വരുന്നൊരു വാഹനമാണ് ബലീനോ. 18,306 യൂണിറ്റുകൾ 2026 ഏപ്രിൽ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CNGയിൽ അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അത് AMT ആണ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5ാം സ്ഥാനത്തേക്ക് ഒരുപാട് കാലമായിട്ട് 10-30 വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ തിളങ്ങി നിൽക്കുന്നൊരു വാഹനമാണ്. ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഹാച്ച്ബാക്ക് വാഹനമാണ് മാരുതി സുസുക്കിയുടെ വാഗണാറാണ്. 18,648 യൂണിറ്റുകൾ 2026 ഏപ്രിൽ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 4,99,000 മുതൽ 6,95,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ബലീനോയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 5,99,000 മുതൽ 9,10,000 വരെയായിരുന്നു ആ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. വാഗണാറിൻ്റെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വാഹനം ടാക്സി സെഗ്മെന്റിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെയിൽ നമ്പർ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നതാണ്. CNG വാഹനങ്ങളാണ് കൂടുതലും. ഇനി 5ാം സ്ഥാനത്ത് നിന്നും നമ്മൾ 4ാം സ്ഥാനത്തേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഫ്രോങ്സ് ആണ്. ഫ്രോങ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബലീനോയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു ക്രോസ് ഓവർ വാഹനമാണ്. 18,829 യൂണിറ്റുകൾ 2026 ഏപ്രിൽ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CNGയിൽ അവൈലബിൾ ആണ്, ടർബോ പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ KTEL N എന്ന് പറയുന്ന എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു മോഡലും നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് AGS ആണ്. 6,85,000 മുതൽ 11,98,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഇനി 3ാം സ്ഥാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇനി ഉടൻ തന്നെ അപ്ഡേഷൻ ലഭിക്കാൻ പോകുന്ന മറ്റൊരു വാഹനമാണ് ബ്രസ, ബലീനോ. അതുകൂടാതെ ഇനി അപ്ഡേഷൻ ലഭിക്കാൻ പോകുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കിയുടെ എർട്ടിക. MPV സെഗ്മെന്റിലെ വാഹനമാണ്. സൈലന്റ് ആയിട്ട് നല്ല രീതിക്ക് ഒരു വാഹനം സെയിൽ പിടിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടാക്സി സെഗ്മെന്റിലേക്ക് CNG വാഹനങ്ങൾ ഒരുപാട് പോകുന്നുണ്ട്. മാരുതി സുസുക്കി എർട്ടിക 2026 ഏപ്രിൽ മാസം 19,063 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 8,80,000 മുതൽ 12,94,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒരു പ്രത്യേകതയുണ്ട്. ടോർക്ക് കൺവെർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇവിടെ വരുന്നത്. ഇനി 2ാം സ്ഥാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു കോമ്പറ്റീഷൻ കൊടുത്ത് 2024 ആ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ വിറ്റ ഒരു വാഹനമാണ് ടാറ്റയുടെ പഞ്ചാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈനോ ഇൻസ്പയർഡ് ആയിട്ടുള്ള HBX എന്ന് പറയുന്ന ഒരു കോഡ് നെയിമിൽ വന്ന ഈ ഒരു വാഹനം ഇപ്പോൾ നല്ലൊരു അപ്ഡേഷനിലൂടെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ടർബോ പെട്രോൾ ആഡ് ചെയ്തിട്ടുണ്ട്. 120 PS പവറും 170 Nm ടോർക്കും ആ ഒരു വാഹനത്തിനുണ്ട്. പിന്നെ നമുക്കറിയാം റവട്രോൺ എഞ്ചിൻ, അത് 3 സിലിണ്ടർ ആണ് എന്നുള്ളൊരു വലിയ പോരായ്മ ഞാൻ കാണുന്നുണ്ട്. 2026 ഏപ്രിൽ മാസം 19,107 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇലക്ട്രിക് ഉണ്ട്, ഡീസൽ ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. ഡീസൽ ഉണ്ടെങ്കിൽ നല്ല സെയിൽ ഈ ഒരു വാഹനത്തിൽ ഉണ്ടായേനെ. അപ്പോൾ ഇലക്ട്രിക്, CNG, ടർബോ പെട്രോൾ മാത്രമല്ല നാച്ചുറലി ആസ്പിറേറ്റഡ് 3 സിലിണ്ടർ എഞ്ചിൻ വെച്ചിട്ടുള്ള റവട്രോൺ എഞ്ചിനുള്ള ആ ഒരു മോഡലും അവൈലബിൾ ആണ്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 19,107 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇലക്ട്രിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 40 kWh ബാറ്ററി പാക്കിലും 30 kWh ബാറ്ററി പാക്കിലും അവൈലബിൾ ആണ്. 9,69,000 മുതൽ 12,59,000 വരെയാണ് ആ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. പക്ഷേ നമ്മുടെ നാച്ചുറലി ആസ്പിറേറ്റഡ് 3 സിലിണ്ടർ എഞ്ചിൻ വെച്ചിട്ടുള്ള ആ ഒരു വേർഷൻ, അതായത് റവട്രോൺ എഞ്ചിൻ വെച്ചിട്ടുള്ള മോഡലിൻ്റെ വില എന്ന് പറയുന്നത് 5,60,000 മുതൽ 10,60,000 വരെയാണ്. ഇനി 1ാം സ്ഥാനത്തുള്ളത് ശരിക്കും നശിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുന്നത്, എൻഡേഞ്ചേർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻ്റാണ്. കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റ്. അതിനകത്തെ കിങ് ആയിട്ട് നിൽക്കുന്നത് മാരുതി സുസുക്കിയുടെ ഡിസയർ തന്നെയാണ്. ശരിക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇൻഡിഗോ CS എന്ന് പറയുന്ന വാഹനം, CS എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് സെഡാൻ, അവരാണ് ആ ഒരു സെഗ്മെൻറ്റ് കൊണ്ടുവന്നത്. പിന്നെ മാരുതി അതങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോൾ ഡിസയറിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും സെറ്റൽ എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിനാണ്. നമ്മുടെ സ്വിഫ്റ്റിലേക്കുള്ള സെയിം എഞ്ചിൻ തന്നെയാണ്. എഞ്ചിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഒരുപാട് ഈ ഒരു വാഹനം പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2026 ഏപ്രിൽ മാസം 23,580 യൂണിറ്റുകൾ, 20,000 ക്രോസ് ചെയ്ത ഒരേ ഒരു വാഹനവും ഇത് തന്നെയാണ്. അപ്പോൾ 23,580 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 6,29,000 മുതൽ 9.5 ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നന്ദി, നമസ്കാരം.